BJP നേതാവും മുൻ വനിതാ കമ്മീഷൻ അംഗവുമായ പ്രൊഫസർ പ്രമീള ദേവി ചേരുന്നു. ഡോക്ടർ പ്രമീള ദേവി, ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഒരു പെൺകുട്ടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു പെരുമാറ്റം KSRTC ബസ്സിൽ ഉണ്ടായതിനെ സംബന്ധിച്ച ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഈ ദൃശ്യത്തിലുള്ള ആൾ, ഈ അതിക്രമം കാട്ടിയ ആൾ മുൻമന്ത്രി വി ശിവൻകുട്ടിയുടെ ഗൺമാനായിരുന്ന പ്രജീഷ് എന്ന ആളാണ്. അയാൾ ഇപ്പോഴും പോലീസിൽ ജോലി ചെയ്യുകയാണ്. ഇത്രയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ലല്ലോ ഡോക്ടർ പ്രമീള ദേവി. അത് മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ ശിഷ്യൻ 51 പിഴയ്ക്കും. മുൻമന്ത്രി വി ശിവൻകുട്ടി സ്പീക്കറുടെ മേശമേൽ ചാടിക്കയറി ചില്ലറ അഭ്യാസങ്ങൾ നടത്തിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളം മുഴുവൻ കണ്ട് ഞടുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരാളുടെ ഗൺമാനിൽ നിന്ന് ഇതിൽ കൂടുതൽ മര്യാദയോ സംസ്കാരമുള്ള പെരുമാറ്റമോ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പരാജയമാണ്. നമുക്കതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. രണ്ടാമത്, ഇവര് പരസ്പരം ടിക്കിൾ മീ ടോബി ഐ വിൽ ടിക്കിൾ യു എന്ന് ഇംഗ്ലീഷിൽ പറയും. ഞാൻ നിന്നെ ഇക്കിളിയിടാം, നീ എന്നെ ഇക്കിളിയിട്. ഇങ്ങനെ പരസ്പരം ഇക്കിളിയിട്ട് മുമ്പോട്ട് പോകുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവുമാണെന്നിരിക്കെ ഇതല്ല ഇതിനപ്പുറം സംഭവിച്ചാലും, ഇപ്പൊ ഒരു പെൺകുട്ടിയെ KSRTC ബസ്സിൽ വെച്ച് മോശമായിട്ട് കടന്നു പിടിക്കുന്നു, ലൈംഗികാതിക്രമത്തിന് മുതിരുന്നു, ആ കുട്ടി തന്നെ നിവർത്തികേട് കൊണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ അകപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ മാനസികാവസ്ഥ അത് മറ്റൊരാൾക്ക്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് മനസ്സിലാവുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അത്ര ഭീകരമായ, അത്ര ട്രോമാറ്റിക് ആയ ഒരു അനുഭവമാണത്. അത്തരം ഒരു സാഹചര്യത്തിൽ പെടുന്ന കുട്ടി എത്രമാത്രം അതിൽ പ്രതികരണം ആവശ്യപ്പെട്ടുകൊണ്ട്, നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതെന്ന് ആലോചിക്കുക. അത് പരക്കെ വ്യാപകമായിട്ടുകൂടി നടപടിയെടുക്കാൻ തയ്യാറാകാത്ത സർക്കാരിനെ കുറിച്ചാണ് ടിക്കിൾ മീ ടോബി ഐ വിൽ ടിക്കിൾ യു എന്ന് പറയേണ്ടി വരുന്നത്. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഞങ്ങൾ മൂടി വെക്കാം, ഞങ്ങൾ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ മൂടി വെക്കാൻ നിങ്ങൾ കൂടി സഹായിക്കുക. ഇതാണ് സ്ത്രീ സൗഹൃദ കേരളം, ഇതാണ് പുരോഗമന കേരളം, ഇതാണ് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ലോകത്തിന്റെ തലപ്പത്തേക്ക് നടന്നു കയറുന്ന കേരളം എന്നുള്ള തിരിച്ചറിവാണ് നമുക്കിതിൽ നിന്നുണ്ടാകുന്നത്. കേരളത്തിൽ വേണ്ടത്ര വനിതാ മന്ത്രിമാരുണ്ട്. കേരളത്തിലെ വനിതാ കമ്മീഷൻ ഇപ്പോഴും നിലവിലുണ്ട്. പോലീസിന് പുത്തൻ ഊർജം പകർന്നുകൊണ്ട് പുതിയ ആഭ്യന്തര മന്ത്രി ധാരാളം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവരൊന്നും ഇത് കാണുന്നില്ലേ? അവരൊക്കെ കണ്ണും പൂട്ടിയിരിക്കുകയാണോ? അവരൊരു പെൺകുട്ടിക്കെതിരെ ഇത്തരം നടപടി ഉണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിലല്ല, സെക്കൻഡുകൾക്കുള്ളിൽ നടപടി എടുക്കേണ്ടതാണ്. സാമൂഹ്യ മാധ്യമത്തിൽ ആ കുട്ടി തനിക്ക് നേരിടേണ്ടി വന്ന ദുരന്ത വാർത്ത പോസ്റ്റ് ചെയ്തത് ആളുകൾ കണ്ട് ആസ്വദിച്ചു കൊള്ളട്ടെ എന്ന് വിചാരിച്ചായിരിക്കില്ല, തനിക്ക് റീച്ച് കിട്ടട്ടെ എന്ന് വിചാരിച്ചും ആയിരിക്കില്ല. മറിച്ച് ഇതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാവണമെന്ന നിർബന്ധത്തോടെയാണ്. അത് ചെയ്യാൻ കഴിയാത്ത ഒരു സർക്കാർ വമ്പൻ പരാജയമാണ് എന്ന് പറയേണ്ടി വരും. സർക്കാർ 100 ദിവസം തികഞ്ഞിട്ടില്ല, സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പരിശോധിക്കാനാവുന്നേ ഉള്ളൂ എന്നൊക്കെ ഉള്ള ലെയിം ആൻസേഴ്സ്, മുടന്തൻ മറുപടികൾ കൊണ്ട് മൂടി വെക്കാവുന്നതല്ല ഇത് കൃത്യമായ നടപടി ആവശ്യമുള്ള ഒന്ന് തന്നെയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്. വളരെ വ്യക്തമാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ അംഗം ഡോക്ടർ ജെ പ്രമീള ദേവിയാണ് ഈ അവസരത്തിൽ പ്രതികരിച്ചത്.